ആദ്യം കുഞ്ചാക്കോ ബോബനിലേക്ക്. സീനിയേഴ്സിന് ശേഷം വീണ്ടും ഒരു കോമഡി ചിത്രം. ഒട്ടും സീരിയസ് അല്ലാതെ ചിരിക്കാൻ വേണ്ടി മാത്രം 3 രാജാക്കന്മാരിൽ ഒരാളായി ചാക്കോച്ചൻ വീണ്ടും എത്തുന്നു. എന്താണ് കഥാപാത്രത്തെക്കുറിച്ചും ചിത്രത്തെക്കുറിച്ചും ചാക്കോച്ചന് പറയാനുള്ളത്? ത്രീ കിങ്സ് എന്ന് പറയുന്ന സിനിമ ഒരു തികച്ചും ഔട്ട് ആൻഡ് ഔട്ട് ഫൺ ഫിലിമാണ്. ഞങ്ങൾ എപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു ക്യാച്ച് ഫ്രേസ് തന്നെയാണ്. കാരണം ഇതൊരു നമ്മുടെ വിവേകവും ബുദ്ധിയും ലോജിക്കും വീട്ടിൽ വെച്ചിട്ട് വേണം ഈ സിനിമ വന്ന് കാണുവാനായിട്ട്. തികച്ചും ചിരിക്കാൻ വേണ്ടി മാത്രം എടുത്തിരിക്കുന്ന ഒരു സിനിമയാണ്. കുട്ടികൾക്കും കുട്ടിത്തം കാത്തു സൂക്ഷിക്കുന്ന മുതിർന്നവർക്കും ഒരേപോലെ ആസ്വദിക്കാൻ പറ്റുന്ന, ചിരിക്കാൻ വേണ്ടി മാത്രം എടുത്തിരിക്കുന്ന ഒരു സിനിമയാണ്. ഒരു ഫൺ ഫിലിം, ഫൺ റയറ്റ്, ഒരു റോളിക്കിംഗ് ഫൺ ഫിലിം എന്ന് വേണമെങ്കിൽ തന്നെ നമുക്കിതിനെ പറയാം. ഇതിൽ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് റാം എന്നാണ്. 3 സഹോദരന്മാരുടെ കഥയാണ്. അവർ പണമുണ്ടാക്കാൻ വേണ്ടി ഓരോരോ വഴികൾ നോക്കുന്നു. ആ വഴികളിൽ എല്ലാവരും ഒരുമിച്ച് തന്നെയാണ് പോകുന്നതും. അതിലങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ നടത്തുന്ന പാരവെപ്പുകൾ, അത് അവരുടെ കൂടെ അവരുടെ കാമുകിമാരും ചേരുന്നു. പിന്നീട് അവരുടെ ഒരു ലക്ഷ്യത്തിലേക്കുള്ള യാത്ര, അതിലും അവർക്ക് ഒന്നിച്ച് നീങ്ങേണ്ടി വരുന്നു. അപ്പോഴും നടക്കുന്ന രസകരമായ ഒരുപാട് ഒട്ടനവധി സംഭവ വികാസങ്ങൾ. അതാണ് ത്രൂ ഔട്ട് കോമഡി ഹ്യൂമർ ലൈനിൽ തന്നെ ഇതിൻ്റെ സംവിധായകനും തിരക്കഥാകൃത്തും രാജേഷ് വൈവി. ഗുലുമാൽ സെയിം ടീം തന്നെയാണ് ഇതിൻ്റെ സംവിധായകനും തിരക്കഥാകൃത്തുമായിട്ടുള്ള VKPയും രാജേഷ് വൈവിയും. അപ്പോൾ അങ്ങനെ ഒരു കോമിക് ഫൺ ഫിലിം എന്ന രീതിയിൽ മാത്രം കാറ്റഗറൈസ് ചെയ്യപ്പെടേണ്ട ഒരു സിനിമയാണ്. ഒരു ഉദാത്തമായ സിനിമ ഞങ്ങൾ ഒരിക്കലും അവകാശപ്പെടുന്നുമില്ല. ചിരിക്കാൻ വേണ്ടി മാത്രം വരിക, കുട്ടികൾക്ക് പ്രത്യേകിച്ചും. ചാക്കോച്ചൻ പറഞ്ഞ പോലെ തന്നെ ഗുലുമാൽ ടീം വീണ്ടും ഒന്നിക്കുന്നു. VK പ്രകാശിന്റെ സംവിധാനത്തിൽ ത്രീ കിങ്സ് ഒരുക്കുന്നു. എന്താണ് VK പ്രകാശ് ആ ഒരു ടീമിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴുള്ള, ആ ഒരു കോമഡി ടച്ചിൽ വർക്ക് ചെയ്യുമ്പോഴുള്ള ചാക്കോച്ചന്റെ ഒരു അനുഭവം? ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും സിനിമയിലേക്ക് വരുമ്പോൾ എന്നെ ആദ്യമായിട്ട് നായക വേഷം തന്നിട്ടുള്ള ആൾക്കാരാണ് ഈ പറയുന്ന ഗുലുമാൽ ടീമിന്റെ ആൾക്കാർ തന്നെ. അതിൽ ഞാനും ജയനുമായിരുന്നു അതിൽ പ്രധാന വേഷം ചെയ്തിരുന്നത് ഗുലുമാലിൽ. അതിൽ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു ഹ്യൂമർ പാറ്റേൺ, എനിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ഹ്യൂമർ പാറ്റേൺ ക്യാരക്ടറൈസേഷൻ തന്നിട്ടുള്ള വ്യക്തികളാണ് ഇവർ. ത്രീ കിങ്സിലേക്ക് എത്തുമ്പോൾ തികച്ചും ഒരു കോമിക് ക്യാരക്ടറൈസേഷനാണ് ഇതിലെ എല്ലാ കഥാപാത്രങ്ങളും കൊടുത്തിരിക്കുന്നത് തന്നെ. ഇപ്പോൾ കുട്ടിക്കാലത്ത് എല്ലാവരുടെയും ഒരു പരിധിവരെ എല്ലാവരുടെയും കോമിക് ഹീറോസ് ആയിരുന്നു സൂപ്പർമാൻ, സ്പൈഡർമാൻ, ബാറ്റ്മാൻ എന്ന് പറയുന്ന കഥാപാത്രങ്ങൾ. അപ്പം അതൊക്കെ ഈ പ്രായത്തിൽ അങ്ങനത്തെ വേഷം കെട്ടി അഭിനയിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്നിലെ ഒരു കുട്ടി മനസ്സുള്ള, എന്താ പറയുക, ഒരു കുട്ടിത്തം വിട്ടുമാറാതെ നമുക്ക് വീണ്ടും ആ പ്രായം റീക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്ന് പറയുന്നത്, അത് അതേ ലെവലിൽ, ആ ഒരു എനർജി ലെവലും ആ ഒരു എൻതൂസിയാസവും ആ ഒരു ഫണ്ണും അതേ ലെവലിൽ ഓഡിയൻസിനും കൊടുക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ആന ഗസ്റ്റിനിലേക്ക്. ആന ഗസ്റ്റിൻ ഇതിനു മുമ്പ് ചെയ്ത എൽസം എന്ന ആൺകുട്ടിയിലായാലും അർജുനൻ സാക്ഷിയിലായാലും വളരെ ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരുന്നു. ത്രീ കിങ്സിലെ തന്റെ കഥാപാത്രത്തെ കുറിച്ച് ആന എന്ത് പറയുന്നു? നമസ്കാരം. ഇതിലെന്താ രഞ്ജു എന്നാണ് എന്റെ ക്യാരക്ടറിന്റെ പേര്. ചാക്കോച്ചന്റെ പേരായിട്ടാണ് ഞാൻ വരുന്നത്. ഇതില് പറയാൻ വേണ്ടിയിട്ട് ഞാനും ചാക്കോച്ചനും എൽസമ്മയില് പാലുണ്ണിയും എൽസമ്മയായിട്ട് അഭിനയിച്ചു. അപ്പം ഇതില് രാമും രഞ്ജു ആയിട്ടാണ് അഭിനയിക്കുന്നത്. ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇതില് തീരെ ബുദ്ധിയില്ല, അതിൽ നല്ല ബുദ്ധിയുള്ള ക്യാരക്ടേഴ്സ് ആയിരുന്നു. അതാണ് ഏറ്റവും വലിയ വ്യത്യാസം പറയുന്നത്. എനിക്ക് 2 അർജുനൻ സാക്ഷി ആണെങ്കിലും എൽസമ്മയാണെങ്കിലും ഭയങ്കര സീരിയസ് ക്യാരക്ടറായിട്ട് ഇത് ത്രീ കിങ്സ് ചെയ്യുമ്പോൾ എനിക്ക് നല്ല പേടിയായിരുന്നു. ഞാൻ ചാക്കോച്ചനെയും കുറെ പ്രാവശ്യം വിളിച്ചു ചോദിച്ചു എനിക്ക് പറ്റുമോ, VKPയോട് ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു എനിക്ക് ചെയ്യാൻ പറ്റുമോ. പക്ഷെ ഞങ്ങളുടെ ലൊക്കേഷനിൽ തന്നെ അത്രയും ഫണ്ണായിരുന്നു. ഇപ്പം ഈ ചാക്കോച്ചൻ പറഞ്ഞ പോലെ നമ്മൾ ഈ സൂപ്പർമാന്റെ വേഷമെല്ലാം കെട്ടിയിട്ട് ഇവർ പുറത്ത് ചായ കുടിക്കാനൊക്കെ പോയിട്ടുണ്ട്. അപ്പം ലൊക്കേഷനിൽ തന്നെ അത്ര ഫണ്ണായിരുന്നു. ഒരിക്കലും ഒരു ഫിലിം അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. എല്ലാവരും അത്രയും നമ്മള് അഭിനയിക്കാന്നും കൂടെ ഒരിക്കലും കൂടെ തോന്നിയിട്ടില്ല. എനിക്ക് അർജുനൻ സാക്ഷി ചെയ്തപ്പോൾ എൽസം ചെയ്തപ്പോഴും ഭയങ്കര ടെൻഷനായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ട്. ഇതില് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എൽസം എന്ന ആൺകുട്ടിയിൽ പാലുണ്ണിയും എൽസമ്മയുമായി ആനും ചാക്കോച്ചനും, വീണ്ടും ത്രീ കിങ്സിലേക്ക് എത്തുമ്പോൾ റാമും രഞ്ജുവുമായി. ചാക്കോച്ചന്റെ കൂടെയുള്ള വീണ്ടും ചാക്കോച്ചന്റെ പേരായിട്ട് എത്തുമ്പോൾ ആനൻ എന്ത് തോന്നുന്നു? ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ എൽസമ്മയിലെ ക്രൂവിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പം ആദ്യം ആ ഒരു ഫാമിലിയിലേക്ക് പോണ ഒരു ഫീലാണ് ഉള്ളത്. കാരണം എനിക്കിപ്പം ത്രീ കിങ്സ് ചെയ്തപ്പോഴും എനിക്ക് ആദ്യമുള്ള ഒരു സമാധാനം ചാക്കോച്ചൻ ഉണ്ട് അല്ലെങ്കിൽ സമൃദ്ധി ഉണ്ട്, ഇവരൊക്കെ ആദ്യം അറിയുന്നത് കൊണ്ട് എനിക്ക് അത്രയും കംഫർട്ടബിൾ ആണെന്ന് തോന്നിയിരുന്നു. ബാക്കി ആരും എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു. ഇന്ദ്രനാണെങ്കിലും ചാക്കോച്ചനാണെങ്കിലും. അപ്പൊ എനിക്ക് ആ ഒരു അവരുള്ളപ്പം നന്നായിട്ട് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു ഉറപ്പുണ്ടായിരുന്നു. നന്നായിട്ട് ചെയ്യുന്നില്ല പക്ഷെ എനിക്ക് അങ്ങനെ ഒരു കംഫർട്ടബിൾ ആയി തോന്നുന്നു. മാത്രമല്ല ഒരു എന്താ പറയാ ഒരു പേടി തോന്നൂല എനിക്ക്. സാധാരണ ഇങ്ങനെ പുതിയൊരു ക്രൂ എല്ലാകുമ്പോഴത്തേനും ഭയങ്കര ടെൻഷനാ. പക്ഷെ
ഇതിൽ അങ്ങനെ തോന്നിയിട്ടില്ല. ചാക്കോച്ചന്റെ കൂടെ എനിക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ചാക്കോച്ചനാണെങ്കിലും ഭയങ്കര ഹെൽപ്പ് ചെയ്ത് ഒരുപാട് പ്രാവശ്യം എന്റെ കൂടെ എനിക്ക് ഇങ്ങനെ കുറെ പ്രാവശ്യം ഡയലോഗ് എല്ലാം പഠിച്ച് വായിച്ചു നോക്കണം. ചാക്കോച്ചൻ അതൊന്നും വേണ്ട, ചാക്കോച്ചൻ വെറുതെ ഇങ്ങനെ വായിച്ച് പറയും. പക്ഷെ എന്റെ കൂടെ ചാക്കോച്ചൻ എന്നാലും പറഞ്ഞു തരും, എന്തെങ്കിലും ഉണ്ടെങ്കിലും ഇങ്ങനെ ചെയ്യാം, നമുക്ക് ഇങ്ങനെ നോക്കാം എന്നെല്ലാം പറഞ്ഞു തരും. ചാക്കോച്ചനിലേക്ക് സീനിയേഴ്സിൽ ബിജു മേനോൻ, ജയറാം, മനോജ് കെ ജൻ ഒരു കൂട്ടുകെട്ടായിരുന്നു. ത്രീ കിങ്സിൽ ജയസൂര്യ, ഇന്ദ്രജിത്ത്, ചാക്കോച്ചൻ എന്നിവർ ഒരുമിക്കുന്നു. ആ ഒരു കെമിസ്ട്രിയെ കുറിച്ച് തീർച്ചയായിട്ടും ഞങ്ങൾ തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് എന്തായാലും ഉണ്ട്. സൗഹൃദ ബന്ധം മാത്രമല്ല, കുടുംബപരമായിട്ടും ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കൾ തന്നെയാണ്. എൻ്റെ ഭാര്യയായാലും ജയന്റെയും അല്ലെങ്കിൽ ഇന്ദന്റെ ഭാര്യമാരാണെങ്കിലും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ അടുപ്പമുള്ളവരാണ്. അപ്പോൾ ആ ഒരു കെമിസ്ട്രി, ആ ഒരു സൗഹൃദം, ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. ഒരിക്കലും മറ്റേയാളുടെ ക്യാരക്ടർ ഒരാളെ ഇടിച്ചു താഴ്ത്തിയിട്ട് ഉയർന്നു നിൽക്കണം എന്നുള്ള രീതിയിൽ ചിന്തിക്കാതെ എല്ലാ രീതിയിലും അവരവരുടെ കഥാപാത്രങ്ങൾ എത്രത്തോളം നന്നാക്കാൻ സാധിക്കും, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയിലൂടെ മുമ്പോട്ട് പോകാനായിട്ട് അത് മൊത്തത്തിൽ ടോട്ടാലിറ്റിയിൽ ആ സിനിമയ്ക്ക് നല്ല രീതിയിൽ ഗുണം ചെയ്യും എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരു 3 ആർട്ടിസ്റ്റുകളായിട്ടാണ് എന്നെയും അതേപോലെ തന്നെ കൂടെ അഭിനയിച്ചവരെയും എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പ്ലസ്, ഒരു പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ത്രീ കിങ്സിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചാക്കോച്ചന്റെ വരവ് ഒരു ചോക്ലേറ്റ് ഒരു ഇമേജിലായിരുന്നു, പെൺകുട്ടികളുടെ ഇടയിലായാലും മറ്റും. പിന്നീട് രണ്ടാമതുള്ള തിരിച്ചുവരവ് വീണ്ടും കോമഡി റോളുകളിലേക്കായി. കുഞ്ചാക്കോ ബോബൻ എന്ന നടന്റെ ഒരു രൂപമാറ്റമാണ് ഇത്. അതിൽ ഒരുപാട് ആൾക്കാർ എന്നെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പം ഗുലുമാലിലൂടെ വന്നപ്പോൾ VKPയും രാജേഷ് ഫൈവിയും, അല്ലെങ്കിൽ ലോലിപോപ്പിലൂടെ വന്നപ്പോൾ ഷാഫിയും, എൽസമ്മയിൽ വന്നപ്പോൾ ഒരു കംപ്ലീറ്റ് മേക്ക് ഓവർ, ഒരു ചേഞ്ച് ഓവർ തന്നിട്ടുള്ള ലാലു, സിന്ധുരാജ്, സീനിയേഴ്സിൽ വരുമ്പോൾ വൈശാഖൻ, സച്ചി സേതു, അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ ഇൻപുട്ട് ഇതിൽ എന്നെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാത്തിലും ഉപരി നല്ല സിനിമയുടെ ഭാഗമാകാൻ വേണ്ടി മാത്രമേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് ഈ പറയുന്ന പോലെ നല്ലൊരു കൂട്ടായ്മയായി സിനിമയെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ കൂടെ സഞ്ചരിക്കാനായിട്ട് സാധിക്കുന്നു. അത് ഇനിയും അങ്ങനെ തന്നെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. ദൈവം സഹായിച്ചാൽ വീണ്ടും നല്ല സിനിമയുടെ ഭാഗമാകുക. ത്രീ കിങ്സ് പോലെ നമുക്കൊരു വെക്കേഷൻ മൂഡിലുള്ള, ഒരു വെക്കേഷൻ ഫീലുള്ള സിനിമകൾ ഇടയ്ക്ക് ഈ പറയുന്ന പോലെ ഒരു രസത്തിന് വേണ്ടി, ഒരു സന്തോഷത്തിന് വേണ്ടി, ഈ പറയുന്ന പോലെ ആൾക്കാരെ കുറച്ചുകൂടെ രസിപ്പിക്കാൻ വേണ്ടി മാത്രം, ചിരിപ്പിക്കാൻ വേണ്ടി മാത്രം ചെയ്യുക എന്ന് പറയുമ്പോൾ ഇതും നല്ല സിനിമയുടെ ഭാഗമായിട്ടാണ് ഞാൻ കരുതുന്നത്. ആനിലേക്ക്, ആനിപ്പോൾ മലയാള സിനിമയിൽ കാലൂന്നിക്കഴിഞ്ഞു. എത്രത്തോളം സെലക്റ്റീവായി ആൻ എങ്ങനത്തെ സിനിമകൾ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? സെലക്റ്റീവ് ആയി ചോദിച്ചാൽ ഞാൻ എല്ലാ സിനിമയും ചെയ്യണമെന്ന് വിചാരിക്കുന്നില്ല. കാരണം എനിക്ക് ചെയ്യാൻ പറ്റുന്ന, എനിക്ക് കോൺഫിഡന്റ് ആയിട്ടുള്ള, എന്നെ സംബന്ധിച്ചോളം എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റാണ് എനിക്ക് അങ്ങനെയല്ല. അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റും തോന്നണം, അല്ലെങ്കിൽ ഞാൻ കംഫർട്ടബിൾ ആവുമെന്ന് തോന്നുന്ന ക്യാരക്ടേഴ്സാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളൂ, ഇനി ചെയ്യുള്ളൂ. ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു ഡ്രീം റോൾ ഉണ്ടോ? അങ്ങനെ ഇതുവരെ വിചാരിച്ചിട്ടില്ല. എനിക്ക് ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുള്ള റോൾസ് നന്നായിട്ട് ചെയ്യണമെന്നേ ആഗ്രഹമുള്ളൂ. വളരെ നന്ദി ചാക്കോച്ചനും ആന കസ്റ്റനും മ്യാവുൽ അതിഥികളായി എത്തിയതിന്. ത്രീ കിങ്സ് ഒരു വലിയ വിജയം.